മാത്രമേ ഉള്ളത്. അപ്പോ അവള് വീട്ടിലുണ്ടല്ലോ. ഞാൻ കൊറേ തവണ വിളിച്ചു, പക്ഷേ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഫോണെന്തോ സൈലന്റ് വല്ലതും ആണോ? ഫോൺ റൂമിലേക്കായിരിക്കും. കൊറേ തവണ വിളിച്ചായിരുന്നോ? കൊറേ തവണ വിളിച്ചു. നിന്നെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ഇപ്പൊ ഇങ്ങോട്ടൊന്നും. ആര് പറഞ്ഞു? കഴിഞ്ഞ ദിവസം അവിടെ വന്നായിരുന്നല്ലോ. ആന്റി അറിഞ്ഞില്ല. രാവിലെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ ഉണ്ടായിരുന്നു. ആന്റി കഴിഞ്ഞ ദിവസം പുറത്തു പോയില്ലേ? അവളെന്നെ വിളിച്ചായിരുന്നു. അപ്പൊ വരാൻ പറഞ്ഞിട്ട് മമ്മി പോയി. അപ്പൊ എനിക്ക് വേണ്ടി മാത്രമായിട്ട് എപ്പോഴാ വരുന്നത്? അതൊക്കെ വരാം, അതെന്തായാലും കാത്തിരിക്കുമല്ലേ. കഴിഞ്ഞ തവണ വന്നതിനേക്കാളും കുറച്ചുകൂടെ ഉഷാറാക്കണം. അവള് വർക്കിന് പോകുന്ന സമയത്ത് അവക്ക് ഇതൊന്നും ഇല്ലല്ലേ, ഡൗട്ടൊന്നുമില്ല. പക്ഷെ അവളെക്കാളും എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് നിങ്ങളെയാ. എനിക്ക് ആ വൈബാണ് ഇഷ്ടം. പൊളി വൈബല്ലേ ആന്റീസ്, പൊളി വൈബല്ലേ. ചെയ്യാനും ഒരു സുഖമാണ്. മറ്റേത് കുഴപ്പമില്ല, പക്ഷെ കുറച്ചും കൂടെ ഒരു നല്ല വൈബ്. മനസ്സിലായല്ലോ, അറിയാമല്ലോ. എന്നിട്ട് എപ്പോഴാ ഇറങ്ങുന്നത്? ഇനിയിപ്പം വർക്കിന് പോയി കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങാം. ഒരു ദിവസം ഞാൻ ലീവ് എടുത്തിട്ട് ഇറങ്ങാം. കഴിഞ്ഞ ദിവസം ഞാൻ 2 ദിവസം മുമ്പാ വന്നേ. രാവിലെ വന്നിട്ട് വൈകിട്ട് ഒരു 4 മണിയൊക്കെ ആയപ്പോഴാ, ഈവനിങ് 4 മണിയൊക്കെ ആയപ്പോഴാ അവിടെ നിന്ന് ഇറങ്ങിയത്. ഒരു കാര്യം ചെയ്യാം, അവക്ക് നൈറ്റ് ഷിഫ്റ്റ് ആവുന്ന സമയത്ത് അന്നേരം നൈറ്റ് ആകുമ്പോ പിന്നെ നീയും ഫ്രീ ആവുമല്ലോ. അല്ല, നൈറ്റ് ചിലപ്പം കോൾ ഇടുമായിരിക്കും. എന്നാലും കുഴപ്പമില്ല, ഞാൻ എന്തായാലും പറയാം. അല്ല, അവളുടെ ഡ്യൂട്ടിയിൽ കോൾ ഇടാറില്ലല്ലോ. അല്ല, എന്നാലും ഇടയ്ക്ക് വിളിക്കുമെന്നേ. ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. സമയം കിട്ടുമ്പോഴൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ 1 മിനിറ്റ് 2 മിനിറ്റ് ഒരു 1-2 മണിക്കൂർ മാറ്റി വെക്കാൻ പറ്റും. വൈകിട്ട് ഇറങ്ങാം. വൈകിട്ട് ഒരു 10-10:30 ഒക്കെ ആകുമ്പോൾ ഇറങ്ങിട്ടെ ഇടയ്ക്ക് പോരാം. രാവിലെ വരെ പറ്റത്തില്ലേ. പിന്നെ മറ്റേ സാധനം വാങ്ങിച്ചു വെച്ചേക്കണം. ഞാൻ കൊണ്ടുവരണോ? വാങ്ങിച്ചു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാം. എപ്പോഴാന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഇവിടുത്തെ എന്തായാലും അവള് വിളിക്കുമ്പോ അറിയാലോ. അവിടെ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം? കുതിപ്പിച്ചിട്ട് പോയതല്ലേ നീ. പിന്നെ ഞാൻ കരുതി എന്താ വരാതിരുന്ന, പറഞ്ഞതുമില്ല. ഇപ്പൊ മിനിഞ്ഞാന്ന് രാവിലെ എന്നെ വിളിച്ചിട്ടാ പറയടാ, മമ്മി ഇവിടെ ഇല്ല, പുറത്ത് പോകുന്നുണ്ട്, വൈകിട്ടേ ഇനി വരത്തുള്ളൂ, അപ്പൊ ഇങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞു. പിന്നെ ഞാൻ പെട്ടെന്ന് റെഡിയായി അങ്ങോട്ടങ്ങ് വരുമായിരുന്നു. പക്ഷെ അന്ന് അടിപൊളിയായിരുന്നു കേട്ടോ. വൈകിട്ട് വരെ ഒരു രക്ഷയില്ലായിരുന്നു. പക്ഷെ ആന്റിയുടെ അത്ര അങ്ങോട്ടൊരു ഇത് കിട്ടുന്നില്ല. അത് എപ്പോഴും ഒരു സ്പെഷ്യലാ. എനിക്ക് ഇതൊക്കെ കണ്ടിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ലപോലെ ഉണ്ടല്ലോ. അവർക്ക് പിന്നെ അറിയാത്തോണ്ടായിരിക്കും. കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തൊക്കെ തരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇഷ്ടങ്ങളൊക്കെ പറഞ്ഞാൽ മതി, അതുപോലെ ചെയ്തുതരാം. എന്റെ ഇഷ്ടങ്ങൾ ഞാൻ പറഞ്ഞ് ചെയ്യിക്കും. നിന്ന് തന്നാ മതി. നല്ല അടിപൊളിയായിട്ട് പറഞ്ഞ് ചെയ്യിക്കാം. തിരിച്ചെനിക്കും അറിയാമല്ലോ. നല്ല സൈസാണോ? പിന്നെ അടിപൊളിയല്ലേ, കണ്ടാലൊന്ന് കൊതിക്കും എന്തായാലും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വേണ്ടി വരും. അവൾക്കും ഭയങ്കര കൊതിയാ. ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട്. ഇപ്പൊ ഇത് ഇഷ്ടപ്പെട്ട് ആന്റി കണ്ടു കഴിഞ്ഞാൽ ആന്റിയും ചോദിക്കും. ഉറപ്പല്ലേ? എനിക്ക് അങ്ങനെയൊക്കെയല്ലേ കിട്ടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ നമുക്ക് സെറ്റാക്കാം. പുറത്തെവിടെയും പിന്നെ പറ്റത്തില്ലല്ലോ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പുറത്ത് പറ്റത്തില്ല. കാര്യം ഓൾറെഡി നമ്മൾ പരിചയം ഉള്ളതുകൊണ്ട് എനിക്ക് പിന്നെ അവിടെ വരാമല്ലോ. ഇനിയിപ്പോ പെട്ടെന്ന് അവള് വന്നാൽ തന്നെ നമ്മൾ ഇപ്പോൾ ഒരുമിച്ച് അവിടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അറിയാവുന്നതാണ്ട് അവിടെ വരുന്നതാണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ.
ഡൗട്ട് തോന്നത്തില്ല. ഉം, ഉം. അതുകൊണ്ടാ പിന്നെ പ്രശ്നം. പിന്നെ നമ്പറും അറിയാമല്ലോ, അങ്ങനെ സേവ് ചെയ്തിട്ടുള്ളതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അപ്പൊ കോള് ഹിസ്റ്ററി എന്ന് കണ്ടാലും പ്രശ്നമൊന്നുമില്ല. അവളൊരിക്കലും അങ്ങനെ വിചാരിക്കുന്നില്ലല്ലോ. ഉം. അടുത്ത അന്ന് പിന്നെ കുടിപ്പിച്ചിട്ടങ്ങ് പോയിട്ടെ എനിക്ക് ഭയങ്കര പിടിച്ചേക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതിന് ചെയ്തോ? ഉം. ചെയ്തോ? ഞാൻ പറഞ്ഞില്ല മറ്റേ ഇത് വെച്ച് നല്ല സുഖം. പക്ഷെ അതിലും സുഖമായിരിക്കും ഇത്. അറിഞ്ഞു കഴിഞ്ഞാ നിന്നെ എപ്പോഴും കിട്ടത്തില്ലല്ലോ. അല്ല, അത് നമുക്ക് റെഡിയാക്കാം, കുഴപ്പമില്ല.